ഗുഡ് ഈവനിങ് ടു ഓൾ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിക്സ്ത് സെം ഇൻകം ടാക്സ് ആൻഡ് GSTയുടെ ക്ലാസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ സെക്ഷൻ 80C കുറിച്ചിട്ട് അതിൻ്റെ ഒരു പ്രോബ്ലം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് സെക്ഷൻ 80G ഡൊണേഷനെ കുറിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയുന്നുണ്ടായിരിക്കും, ഇത് നമ്മൾ ഓൾറെഡി എടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഞാൻ എന്നാലും ജസ്റ്റ് കുറച്ചുകൂടെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒരു വീഡിയോ കൂടെ അപ്ലോഡ് ചെയ്യുന്നുള്ളൂ. ഇതിൻ്റെ ഒരു പ്രോബ്ലം നമുക്ക് ഇതിൽ തന്നെ വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ളൊരു സെക്ഷനാണ്. നമുക്ക് ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യനായിട്ടും ക്വസ്റ്റ്യനായിട്ടും അതുപോലെ തന്നെ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യനായിട്ടും ഒക്കെ ഇത് എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത്ര ഇമ്പോർട്ടൻ്റ് ആയുള്ളതാണ്, അതാണ് ഞാൻ പിന്നെയും എടുക്കാമെന്ന് വിചാരിച്ചത്. ഓക്കെ, ഡൊണേഷൻ സെക്ഷൻ 80G. ഡൊണേഷൻ മെയ്ഡ് ടു സർട്ടൻ ഫണ്ട്സ് ആൻഡ് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ആർ അലൗഡ് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80G. ഓക്കെ, അതായത് നമുക്കറിയാം, നമ്മളെല്ലാവരും ഡൊണേഷൻ ചെയ്യുന്നവരായിരിക്കും. അതായത് ഒന്നുകിൽ പൈസയുടെ രൂപത്തിൽ, അല്ലെങ്കിൽ മെഡിസിൻസ്, ഡ്രസ്സുകൾ, അങ്ങനെ പലതരത്തിലുള്ള ഡൊണേഷൻസ് നമ്മൾ ചെയ്യുന്നവരാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സെക്ഷനിൽ ക്യാഷ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള, അതായത് മെഡിസിന്, ഡ്രസ്സുകൾ, അതൊന്നും ഇതിലെന്തല്ല അലൗഡ് അല്ല. ഓക്കെ, അല്ലാതെ ക്യാഷ് അത്തരത്തിലുള്ള ഡിഡക്ഷൻസും, അതായത് പണം നമ്മൾ ഡൊണേറ്റ് ചെയ്താൽ മാത്രമാണ് ഇത് നമുക്ക് എന്ത് കിട്ടുന്നത്, ഡിഡക്ഷൻ കിട്ടുന്നത്. ഓക്കെ, ഡൊണേഷൻ മെയ്ഡ് ടു സർട്ടൻ ഫണ്ട്സ് ആൻഡ് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ആർ അലൗഡ് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80G. ഓക്കെ, അപ്പോൾ assessee entitled to deduction. All type of assessee are entitled to deduction in respect ഓഫ് ഡൊണേഷൻ പെയ്ഡ്. അതായത് ഓൾ ടൈപ്പ് ഓഫ് assessee എന്ന് പറയുമ്പോൾ ഇൻഡിവിജ്വൽ മാത്രമല്ല, HUF മാത്രമല്ല, കമ്പനീസ്, അങ്ങനെ പലതരത്തിലുള്ള assessee-കൾ ഉണ്ടാവില്ല. അപ്പോൾ അവർക്കൊക്കെ എന്താണ് ഡൊണേഷനിൽ ഈ പറഞ്ഞ സെക്ഷൻ പ്രകാരം ഡിഡക്ഷൻ കിട്ടുമെന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ കണ്ടീഷൻസ് എന്ന് പറയുമ്പോൾ ഫോളോയിങ് കണ്ടീഷൻസ് ആർ ടു ബി സാറ്റിസ്ഫൈഡ്. ഇനി പറയുന്ന കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ഡിഡക്ഷൻ കിട്ടുള്ളൂ. ഓക്കെ, ഇറ്റ് ഷുഡ് ബി നോട്ട് ബി ഗിവൺ ഇൻ കൈൻഡ്. അതായത് നമ്മൾ എന്തെങ്കിലും വസ്തുക്കൾ എന്ത് ചെയ്യാൻ പാടില്ല, ഡൊണേറ്റ് ചെയ്യാൻ പാടില്ല. അങ്ങനെ വസ്തുക്കൾ നമ്മൾ ഡൊണേറ്റ് ചെയ്യുകയാണെങ്കിൽ, അതായത് മെഡിസിന്, ഡ്രസ്സുകൾ, അത്തരത്തിലുള്ള സാധനങ്ങളൊക്കെയാണ് നമ്മൾ ഡൊണേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടില്ല, ഈ സെക്ഷൻ പ്രകാരമുള്ള ഡിഡക്ഷൻ കിട്ടില്ല. ഓക്കെ, നമ്മൾ പൈസ തന്നെ ഇവിടെ എന്ത് ചെയ്യണം, ഡൊണേറ്റ് ചെയ്യണം. അതും ബാങ്ക് ത്രൂ ആയിരിക്കണം ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത്, അല്ലാണ്ട് നമ്മൾ പൈസ കൊടുക്കുന്നതാവരുത്. ഓക്കെ, ഡൊണേഷൻ എക്സീഡ് ₹2000 ഇറ്റ് ഷുഡ് ബി പെയ്ഡ് ബൈ എനി മോഡ് അതർ ദാൻ ക്യാഷ്. അതായത് നമ്മൾ ബാങ്ക് വഴിയുള്ള ട്രാൻസാക്ഷൻ, ഗൂഗിൾ പേ, അത്തരത്തിലുള്ള ട്രാൻസാക്ഷൻസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ വഴിയായിരിക്കണം ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്, അല്ലാണ്ട് പൈസ കയ്യിൽ കൊടുക്കുന്നതാവരുത്. ഓക്കെ, ഡൊണേഷൻ ഷുഡ് നോട്ട് ബി ഗിവൺ ഫോർ ദി ബെനിഫിറ്റ് ഓഫ് എനി പെർട്ടിക്കുലർ റിലീജിയൻ, ക്ലാസ്, ക്രീഡ്, കമ്മ്യൂണിറ്റി. അതായത് ഡൊണേഷൻ കൊടുക്കുന്നത് ഒരു പെർട്ടിക്കുലർ ആയുള്ള ഒരു കമ്മ്യൂണിറ്റിയുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒന്നിനു വേണ്ടിയിട്ടോ ആയിരിക്കരുത്. മൊത്തത്തിലുള്ള ദുരിതം അനുഭവിക്കുന്ന, അല്ലെങ്കിൽ എന്തിനെങ്കിലും നല്ല ഏതെങ്കിലും ഒരു ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷന് വേണ്ടിയിട്ടോ അങ്ങനെ വല്ലതും ആയിരിക്കണം. അതല്ലാണ്ട് ഒരു പ്രത്യേക വിഭാഗത്തെ മാത്രം ഉന്നമിച്ചുകൊണ്ട് അവരുതെന്നാണ് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഷുഡ് ബി പെയ്ഡ് ഇൻ സ്പെസിഫൈഡ് ഫണ്ട് ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, പിന്നെ ഇതിൽ ഡിഡക്ഷൻ എന്ന് പറയുന്നത് 4 തരത്തിലുള്ള ഡിഡക്ഷനാണ് പറയുന്നത് കേട്ടോ. അതായത് ഫസ്റ്റ് നോ ലിമിറ്റ് ഡൊണേഷൻ, അത് 100% ഉണ്ട്. പിന്നെ നോ ലിമിറ്റ് ഡൊണേഷൻ 50% ഉണ്ട്. പിന്നെ വിത്ത് ലിമിറ്റ് ഡൊണേഷൻ 100% ഉണ്ട്. പിന്നെ വിത്ത് ലിമിറ്റ് ഡൊണേഷൻ തന്നെ 50% ഉണ്ട്. അങ്ങനെ 4 തരത്തിലുള്ള ഡിഡക്ഷൻസ് ആണ് ഇതിൽ പറയുന്നത്. ഓക്കെ, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്താണ്, ഇത്ര തന്നെ പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. ഓക്കെ, എമൗണ്ട് ഓഫ് ഡൊണേഷൻ, ദ ഡൊണേഷൻസ് ആർ ക്ലാസിഫൈഡ് ആസ്, ഫസ്റ്റ് പറയുന്നതാണ് നോ ലിമിറ്റ് ഡൊണേഷൻ. 100% ഡൊണേഷൻ ഈസ് ഡിഡക്റ്റബിൾ. ഇൻ സച്ച് എ കേസ് ഫുൾ എമൗണ്ട് ഓഫ് ഡൊണേഷൻ പെയ്ഡ് ഈസ് ഡിഡക്റ്റബിൾ അണ്ടർ സെക്ഷൻ 80G. സച്ച് ഡൊണേഷൻസ് ആർ, അതായത് ഇനി പറയുന്ന ഡൊണേഷനിലോട്ടാണ് നമ്മൾ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഫുൾ എമൗണ്ട് നമുക്ക് എന്തായിരിക്കും, ഡിഡക്റ്റബിൾ ആയിരിക്കും എന്ന് പറയുന്നത്. 100% ഡൊണേഷൻ ഈസ് ഡിഡക്റ്റബിൾ, കംപ്ലീറ്റ് എമൗണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് പറയുന്നതാണ് ദ നാഷണൽ ഡിഫൻസ് ഫണ്ട്, ദ നാഷണൽ ചിൽഡ്രൻസ് ഫണ്ട്, ദ പ്രൈം മിനിസ്റ്റേഴ്സ് നാഷണൽ റിലീഫ് ഫണ്ട്, ദ പ്രൈം മിനിസ്റ്റേഴ്സ് അർമീനിയ എർത്തുഗക് റിലീഫ് ഫണ്ട്, ദ ചീഫ് മിനിസ്റ്റർ റിലീഫ് ഫണ്ട്, നാഷണൽ ഫൗണ്ടേഷൻ ഫോർ കമ്മ്യൂണൽ ഹാർമോണി, നാഷണൽ ഇൽനസ് അസിസ്റ്റൻസ് ഫണ്ട്, ദ നാഷണൽ ഓർ സ്റ്റേറ്റ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കൗൺസിൽ, നാഷണൽ സ്പോർട്സ് ഫണ്ട് സെറ്റപ്പ് ബൈ ദി സെൻട്രൽ ഗവൺമെൻറ്, നാഷണൽ കൾച്ചറൽ ഫണ്ട് സെറ്റപ്പ് ബൈ ദി സെൻട്രൽ ഗവൺമെൻറ്, നാഷണൽ ഫണ്ട് ഫോർ കൺട്രോൾ ഓഫ് ഡ്രഗ് അബ്യൂസ്, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് നാഷണൽ എമിനൻസ് ആസ് മേ ബി അപ്രൂവ്ഡ്. അതുപോലെ തന്നെ സ്വച്ഛ് ഭാരത് ഇല്ലേ, അതും നമ്മുടെ ഒരു ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ഓർത്ത് വയ്ക്കുക കേട്ടോ. ഇത് കംപ്ലീറ്റ് കാണാണ്ട് പഠിക്കണം എന്നല്ല. അപ്പോൾ ഇതിൽ വന്നിട്ട് എല്ലാതും നാഷണൽ, അതുപോലെ തന്നെ പ്രൈം മിനിസ്റ്റർ, പിന്നെ സെൻട്രൽ ഗവൺമെൻറ്, എഡ്യൂക്കേഷൻ, സ്പോർട്സ് എന്നൊക്കെ പറഞ്ഞിട്ടാണ്, ചീഫ് മിനിസ്റ്ററൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വായിക്കാം. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ഇത് ദൃത്യമാണ് എന്നുള്ളതൊന്ന് ഓർത്ത് വയ്ക്കാൻ കഴിയണം. ഓക്കെ,
അപ്പോൾ ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. അതാണ് ഇതിലോട്ടാണ് നമ്മൾ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, ഡൊണേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് എമൗണ്ട് എന്തായിരിക്കും, ഡിഡക്റ്റബിൾ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി പറയുന്നതാണ് നോ ലിമിറ്റ് ഡൊണേഷൻ. 50% ഡൊണേഷൻ ഈസ് ഡിഡക്റ്റബിൾ. ഇൻ സച്ച് എ കേസ് 50% ഓഫ് ദി എമൗണ്ട് ഓഫ് ഡൊണേഷൻ പെയ്ഡ് ഈസ് ഡിഡക്റ്റബിൾ അണ്ടർ സെക്ഷൻ 80G. സച്ച് ഡൊണേഷൻ ആർ പ്രൈം മിനിസ്റ്റർ ഡ്രോട്ട് റിലീഫ് ഫണ്ട്. അതായത് പ്രൈം മിനിസ്റ്ററുടെ വരൾച്ച ഫണ്ടിലോട്ട് നമ്മൾ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ 50% എന്തായിരിക്കും, ഡിഡക്റ്റബിൾ ആയിരിക്കും. അതായത് 1 lakh ആണ് നമ്മൾ ഡൊണേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിൽ 50,000 രൂപ ഡിഡക്റ്റബിൾ ആയിരിക്കും. 50,000 നമ്മൾ അടച്ചാൽ മതി, ടാക്സ് അടച്ചാൽ മതി. ഓക്കെ, പിന്നെ അത് രണ്ടാമത്തെ ഇത് നോ ലിമിറ്റ് ഡൊണേഷൻ. 50% ഡൊണേഷൻ ഈസ് ഡിഡക്റ്റബിൾ. ഓക്കെ, ഇനി മൂന്നാമത്തെ പറയുന്നതാണ് വിത്ത് ലിമിറ്റ് ഡൊണേഷൻ. ഓക്കെ, ഈ വിത്ത് ലിമിറ്റ് ഡൊണേഷൻ എന്ന് പറയുമ്പോൾ 100% ഓഫ് ക്വാളിഫയിങ് എമൗണ്ട് ഈസ് ഡിഡക്റ്റബിൾ. ഇൻ സച്ച് എ കേസ് 100% ഓഫ് ക്വാളിഫയിങ് എമൗണ്ട് ഈസ് ഡിഡക്റ്റബിൾ. സച്ച് ഡൊണേഷൻ ആർ ഡൊണേഷൻ ടു ഗവൺമെൻറ് ഓർ എനി ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ദി പർപ്പസ് ഓഫ് പ്രൊമോഷൻ ഓഫ് ഫാമിലി പ്ലാനിങ്. അതായത് ഈ വിത്ത് ലിമിറ്റ് ഡൊണേഷൻ തന്നെ വരുന്നതാണ് ഇത് 100%. അതായത് ഫാമിലി പ്ലാനിങ്ങിന് വേണ്ടിയിട്ട് ഡൊണേറ്റ്, അതായത് ഈ ഫാമിലി പ്ലാനിങ് എന്ന് കണ്ടാൽ അതെന്താണ് 100% ഡിഡക്റ്റബിൾ ആണെന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഡൊണേഷൻ ടു ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ ഓർ ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ദി ഡെവലപ്മെൻറ്റ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ഫോർ സ്പോർട്സ് ആൻഡ് ഗെയിംസ് ഇൻ ഇന്ത്യ, അതും എന്താണ് 100% ഡിഡക്റ്റബിൾ ആണ് വിത്ത് ലിമിറ്റ് ഡൊണേഷൻ. ഓക്കെ, ഇവിടെ ക്വാളിഫയിങ് എമൗണ്ട് പറയുന്നുണ്ട്, അത് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, പിന്നെ നാലാമത്തെ ക്ലാസിഫിക്കേഷനാണ് ഇത് വിത്ത് ലിമിറ്റ് ഡൊണേഷൻ. ഓക്കെ, അവിടെ 50% ഓഫ് ക്വാളിഫയിങ് എമൗണ്ട് ഈസ് ഡിഡക്റ്റബിൾ. ഇൻ സച്ച് കേസ് 50% ഓഫ് ക്വാളിഫയിങ് എമൗണ്ട് ഈസ് ഡിഡക്റ്റബിൾ. അതായത് അവിടെ 50% ആണ് നമ്മൾ എടുക്കുന്നത്. ക്വാളിഫയിങ് എമൗണ്ടിൽ നിന്ന് 50, ഞാൻ പറഞ്ഞുതരാം എന്താണുള്ളത് പ്രോബ്ലം ചെയ്യുമ്പോൾ. ഓക്കെ, ഡൊണേഷൻസ് മെയ്ഡ് ടു ദ ഗവൺമെൻറ് ഓർ എനി ലോക്കൽ അതോറിറ്റി. അതായത് ഗവൺമെൻറ്റിലോട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ലോക്കൽ അതോറിറ്റി, ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ ഇഫ് ദേ ആർ യൂട്ടിലൈസ്ഡ് ഫോർ ദി ചാരിറ്റബിൾ പർപ്പസിന് വേണ്ടിയിട്ട് ഗവൺമെൻറ്റിലോട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ലോക്കൽ അതോറിറ്റി, ഇൻസ്റ്റിറ്റ്യൂഷൻ, അസോസിയേഷനിലോട്ടോ ഒക്കെ നമ്മൾ ഡൊണേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തിനു വേണ്ടിയിട്ട്, ചാരിറ്റബിൾ പർപ്പസസിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള ഡിഡക്ഷൻ എന്തായിരിക്കും, 50% ഡിഡക്റ്റബിൾ ആയിരിക്കും. പിന്നെ ചാരിറ്റബിൾ ഓർഗനൈസേഷൻ ദാറ്റ് ആർ റെക്കഗ്നൈസ്ഡ് ആൻഡ് അപ്രൂവ്ഡ് അണ്ടർ സെക്ഷൻ. ഓക്കെ, an authority constituted in India for the purpose of meeting housing needs or planning and developing towns, village. അതും എന്താണ് 50% ആണ്. ഡൊണേഷൻ മെയ്ഡ് ടു എനി ടെമ്പിൾ, മൊസ്ക്, ചർച്ച് ഓർ അതർ പ്ലേസ് ഓഫ് വർഷിപ്പ് ഇഫ് ദേ ആർ നോട്ടിഫൈഡ് ബൈ ദി സെൻട്രൽ ഗവൺമെൻറ്. അതായത് അമ്പലം, പള്ളി, ചർച്ച്, അപ്പോൾ അങ്ങനത്തെ അത്തരത്തിലുള്ള ഇതിലോട്ടൊക്കെ നമ്മൾ ഡൊണേറ്റ് ചെയ്യുകയാണെങ്കിൽ അതും എന്തായിരിക്കും എന്ന് പറയുന്നത് 50% ആയിരിക്കും ഡിഡക്ഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ക്വാളിഫയിങ് എമൗണ്ട് കാണണം. ഇത് ഇമ്പോർട്ടൻ്റ് ആയുള്ളൊരു ഇക്വേഷനാണ്. ഈ സെക്ഷൻ 80G കാണാനുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയുള്ളൊരു ഇക്വേഷനാണ്. ക്വാളിഫയിങ് എമൗണ്ട് കാണണം. ക്വാളിഫയിങ് എമൗണ്ട് പറയുമ്പോൾ ഡൊണേഷൻ പെയ്ഡ് ഓർ 10% ഓഫ് ഗ്രോസ് ടോട്ടൽ ഇൻകം. ഡൊണേഷൻ പെയ്ഡ് ഓർ 10% ഓഫ് ഗ്രോസ് ടോട്ടൽ ഇൻകം വിച്ച് എവർ ഈസ് ലെസ്. ഇതിലേതാണ് ഏറ്റവും ചെറുത്, അതായിരിക്കും എന്ത് പറയുന്നത്, ക്വാളിഫയിങ് എമൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 10% ഓഫ് ഗ്രോസ് ടോട്ടൽ ഇൻകം. അതായത് ഗ്രോസ് ടോട്ടൽ ഇൻകം നമുക്ക് ഓൾറെഡി എന്ത് തന്നിട്ടുണ്ടായിരിക്കും, നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ടായിരിക്കും. നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നെ ഗ്രോസ് ടോട്ടൽ ഇൻകം തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ 10% ഓഫ് ഗ്രോസ് ടോട്ടൽ ഇൻകം എങ്ങനെയാണ് കാണുകയെന്ന് വെച്ചാൽ സെക്ഷൻ 80C to 80U വരെയുള്ള എല്ലാ അണ്ടറിൽ വരുന്ന എല്ലാ ഡിഡക്ഷൻസും എന്ത് ചെയ്യുക, എല്ലാ സെക്ഷൻസും നമ്മൾ ലെസ് ചെയ്യുക. എക്സെപ്റ്റ് ഏതൊക്കെയാണ്, 80G ഒഴികെയുള്ള എല്ലാതും നമ്മൾ എന്ത് ചെയ്ത് കളയുക, ലെസ് ചെയ്ത് കളയുക. ഇതാ ഗ്രോസ് ടോട്ടൽ ഇൻകം ഈക്വൽ ടു 10% ഓഫ് ഗ്രോസ് ടോട്ടൽ ഇൻകം. അതെങ്ങനെയാണ് കാണാമെന്നുള്ളതാണ്. ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്നും ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80C to 80U എക്സെപ്റ്റ് 80C മുതൽ 80U വരെയുള്ള എല്ലാ സെക്ഷൻസ് നമ്മൾ എന്ത് ചെയ്യണം, ഡിഡക്റ്റ് ചെയ്യണം, എക്സെപ്റ്റ് 80G. അതുപോലെ തന്നെ LTCGയും പിന്നെ STCG. LTCG എന്ന് പറയുമ്പോൾ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിന്, ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ അണ്ടർ സെക്ഷൻ 111A. ഇതും നമ്മൾക്ക് എന്ത് ചെയ്യാനുള്ള, ലെസ് ചെയ്യാനുള്ള. എന്നാൽ മാത്രമേക്ക് നമുക്ക് എന്ത് കിട്ടുക, ഗ്രോസ് ടോട്ടൽ ഇൻകം കിട്ടുക. എന്നിട്ട് അതിൻ്റെ വേണം 10% കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതായിരിക്കും നമ്മുടെ എന്ത് പറയുന്നത്, ക്വാളിഫയിങ് എമൗണ്ട്. ഇതിൽ ഡൊണേഷൻ പെയ്ഡ് ഓർ ക്വാളിഫയിങ് എമൗണ്ട് വിച്ച് എവർ ഈസ് ലെസ്. ഇതിലേതാണോ ഏറ്റവും ചെറുത് അതാണ് ക്വാളിഫയിങ് എമൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു പ്രോബ്ലം നമുക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും കേട്ടോ. എന്നാലും ഈ ഒരു ക്വാളിഫയിങ് എമൗണ്ട് ഈക്വൽ ടു ഡൊണേഷൻ പെയ്ഡ് ഓർ 10% ഓഫ് ഗ്രോസ് ടോട്ടൽ ഇൻകം. അപ്പോൾ ഈ 10% ഓഫ് ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുമ്പോൾ
ഗ്രോസ് ടോട്ടൽ ഇൻകം ഓൾറെഡി നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്നും സെക്ഷൻ 80C ടു 80U വരെയുള്ള എല്ലാ ഡിഡക്ഷൻസും നമ്മൾ ലെസ് ചെയ്ത് കളയുക, എക്സെപ്റ്റ് 80G നമുക്ക് കാണാനുള്ളതല്ലേ. ഓക്കെ, എന്നിട്ട് അപ്പോൾ നമുക്ക് ഒരു എമൗണ്ട് കിട്ടും, അതിൻ്റെ 10% കാണാം. എന്നിട്ട് അത് കമ്പയർ ചെയ്യുക, ഡൊണേഷൻ പെയ്ഡ് അതോ നമ്മുടെ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൻ്റെ 10%, ഇതിലേതാണോ ഏറ്റവും ചെറുത് അതായിരിക്കും എന്താ ചെറിയ എമൗണ്ട് ആയിരിക്കും എന്ത് പറയുന്നത് ക്വാളിഫൈ എമൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനും ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനും ലെസ് ചെയ്യാനുള്ളതാണ്. അത് ക്വസ്റ്റ്യനിൽ വരുമെന്ന് അറിയില്ല, വരുമായിരിക്കും. ഓക്കെ, അതുകൊണ്ടാണല്ലോ തന്നത്. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനും ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ അതും ലെസ് ചെയ്ത് കളയാം. ഓക്കെ, അപ്പോൾ നമുക്കൊരു പ്രോബ്ലം നോക്കാം. ഇത് നമ്മുടെ സെക്ഷൻ 80G പ്രകാരമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. മിസ്റ്റർ എസ് ഗ്രോസ് ടോട്ടൽ ഇൻകം ഫോർ ദി പ്രീവിയസ് ഇയർ 2023-24 വാസ് ₹4,50,000. ഹി മേഡ് ദി ഫോളോയിങ് ഡൊണേഷൻസ് ബൈ ചെക്ക്. ഓക്കെ, ചെക്ക് വഴിയാണ് ഡൊണേഷൻസ് എല്ലാം കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ₹5,000 ടു ചീഫ് മിനിസ്റ്റർ എർത്തുഗാക് റിലീഫ് ഫണ്ട്, ₹10,000 ടു നാഷണൽ ഫൗണ്ടേഷൻ ഫോർ കമ്മ്യൂണൽ ഹാർമോണി, ₹5,000 ടു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് നാഷണൽ എമിനൻസ്, ₹5,000 ടു നാഷണൽ ചിൽഡ്രൻസ് ഫണ്ട്, ₹30,000 to Municipality for Family Planning to Minority Community Corporation, ₹25,000, ₹10,000 to Swachh Bharat Kosh. Compute his total income for the assessment year 2024-25. ഓക്കെ, അപ്പോൾ ഈ 80G പ്രകാരമുള്ള നമ്മളോട് ക്വസ്റ്റ്യൻ കാണാൻ പറഞ്ഞാൽ, ടോട്ടൽ ഇൻകം കാണാൻ പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ വിത്ത് ലിമിറ്റ് ഡൊണേഷൻ ആണോ വിത്തൗട്ട് ഡൊണേഷൻ ആണോ നോക്കുക. ലിമിറ്റ് ഡൊണേഷൻ ആണോ വിത്തൗട്ട് ലിമിറ്റ് ഡൊണേഷൻ ആണോ എന്നാണ് ആദ്യം ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ഇതെല്ലാം എന്താണ് 100% ഡിഡക്ഷൻ കിട്ടുന്നതാണ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ വലിയ ലിസ്റ്റില്ലേ അതിൽ വരുന്ന ഐറ്റംസാണ് ഇതെല്ലാം കാണാണ്ട് പഠിക്കേണ്ട. ഈ നാഷണൽ പ്രൈം മിനിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ എന്താണ് 100% ഡിഡക്ഷൻ വരുന്നതാണ്. ഓക്കെ, പിന്നെ 50%-ൽ വിത്ത് ലിമിറ്റേഷനിൽ വരുന്ന 100% ആണ് ഇത് ഫാമിലി പ്ലാനിങ്. ഓക്കെ, പിന്നെ സ്വച്ഛ് ഭാരത് ഘോഷ് 100% ലിമിറ്റേഷനാണ്, വിത്തൗട്ട് നോ ലിമിറ്റിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രോബ്ലം ചെയ്ത് നോക്കാം. കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം ഫോർ ദി അസസ്മെൻറ്റ് ഇയർ 2024-25. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്താം, ഗ്രോസ് ടോട്ടൽ ഇൻകം ഇങ്ങോട്ട് എടുത്ത് എഴുതാം, 4,50,000. ഓക്കെ, പിന്നെ ലെസ് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80G. ആദ്യം നമുക്ക് നോ ലിമിറ്റ് ഡൊണേഷനാണ് 100% കംപ്ലീറ്റ് എമൗണ്ടിന് ഡിഡക്ഷൻ വരുന്നത്. അപ്പോൾ അത് പറയുന്നത് ഈ 4 പിന്നെ ഇവിടുത്തെ ഈ സ്വച്ഛ് ഭാരതിൻ്റെ ഇതും. ഓക്കെ, അപ്പോൾ അത് നമ്മളിങ്ങോട്ട് ടോട്ടൽ 5 ഐറ്റംസ് അതാണ് ഈ പറയുന്നത്. ഓക്കെ, പിന്നെ വിത്ത് ലിമിറ്റ് ഡൊണേഷൻ. ഈ വിത്ത് ലിമിറ്റ് ഡൊണേഷൻ വരുമ്പോൾ നമുക്ക് ക്വാളിഫൈ എമൗണ്ട് കാണണം. ക്വാളിഫൈ എമൗണ്ട് കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്നൊക്കെ 10% ഓഫ് ഗ്രോസ് ടോട്ടൽ ഇൻകം, അല്ലെങ്കിൽ ഡൊണേഷൻ പെയ്ഡ്, വിച്ച് എവർ ഈസ് ലെസ്. ഇതിലേതാണോ ഏറ്റവും ചെറുത് അതായിരിക്കും നമ്മുടെ ക്വാളിഫൈ എമൗണ്ട് ആയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ 10% ഓഫ് ഗ്രോസ് ടോട്ടൽ ഇൻകം കാണുമ്പോൾ നമ്മളെങ്ങനെയാണ് കാണേണ്ടത്, നമ്മളെങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതായത് സെക്ഷൻ 80C ടു 80U വരെയുള്ള സെക്ഷൻസ് നമ്മൾ ലെസ് ചെയ്യണം, എക്സെപ്റ്റ് 80G. ഓക്കെ, 80G നമ്മൾ ലെസ് ചെയ്യാതെ ബാക്കി എല്ലാ സെക്ഷൻസും ലെസ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ 10% വേണം കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് 80G ഐറ്റംസ് മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ 4,50,000 അതായത് ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൻ്റെ 10% കാണാം. ഓക്കെ, 10% ഓഫ് ഗ്രോസ് ടോട്ടൽ ഇൻകം 10%, 4,50,000 ഈസ് ₹45,000, 45,000 രൂപയാണ് 4,50,000 എന്ത് പറയുന്നത് 10% എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പിന്നെ ഈ ഡൊണേഷൻ പെയ്ഡ് എന്ന് പറയുമ്പോൾ നമ്മൾ എത്ര രൂപയാണ് ഡൊണേഷൻ കൊടുക്കുന്നത്, 50%-ലും അതുപോലെ തന്നെ 100%-ലും. ഡൊണേഷൻ പെയ്ഡ് എന്ന് പറയുമ്പോൾ മുനിസിപ്പാലിറ്റി ഫോർ ഫാമിലി പ്ലാനിങ്, അതായത് ഈ 30,000. പിന്നെ കമ്മ്യൂണിറ്റി കോർപ്പറേഷനിൽ ക്വസ്റ്റ്യനിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ 25,000, ഈ 30,000, ടോട്ടൽ 55,000. ടോട്ടൽ 55,000. എന്നിട്ട് ഈ 55,000 ഈ 45,000 കൂടെ നമ്മൾ കമ്പയർ ചെയ്യാം. 45,000 എന്ന് പറയുമ്പോൾ ഈ 4,50,000-ൻ്റെ 10%, അതാണ് ഈ 45,000. അപ്പോൾ ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ഇതിൽ ഏറ്റവും ചെറിയ എമൗണ്ട് എന്ന് പറയുന്നത് ഏതാണ്, 45,000 ആണ്. ഓക്കെ, ഈ 45,000-ൽ നിന്നും ഔട്ട് ഓഫ് 45,000 ഫാമിലി പ്ലാനിങ് ഈസ് എലിജിബിൾ. ഫാമിലി പ്ലാനിങ് 100% ഡിഡക്റ്റബിൾ അല്ലേ. സോ ഈ 30,000 നമ്മൾ എന്ത് ചെയ്യുക, മൈനസ് ചെയ്ത് കളയുക. അപ്പോൾ ബാക്കി വരുന്നതാണ് 15,000. മൈനോറിറ്റി കമ്മ്യൂണിറ്റി കോർപ്പറേഷൻ 50% ഓഫ് ₹15,000. ഓക്കെ, അപ്പോൾ അതിൻ്റെ 50% എടുക്കുമ്പോൾ 7,500 വരും. ഓക്കെ, എന്നിട്ട് ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും, 72,500 കിട്ടും. എന്നിട്ട് ഈ 4,50,000-ൽ നിന്ന് 72,500 ലെസ് ചെയ്ത് നമുക്ക് 3,77,500 കിട്ടും. ഇതാണ് നമ്മുടെ എന്ത് പറയുന്നത് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. മനസ്സിലായോ?
ഓക്കെ, ഇതിൽ പ്രത്യേകിച്ച് അങ്ങനെ വേറെ സെക്ഷൻസ് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ, അതുകൊണ്ട് തന്നെ ഇത് വളരെ സിമ്പിളാണ്. അതായത് ഫാമിലി പ്ലാനിങ് ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ഗ്രോസ് ടോട്ടൽ ഇൻകം മാത്രം തന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അതിൻ്റെ 10% കാണാം. ഓക്കെ, ഈ 10%ൽ നിന്ന് ഫാമിലി പ്ലാനിങ് മൈനസ് ചെയ്ത് കളയാം. എന്നിട്ട് അപ്പോൾ ഒരു എമൗണ്ട് കിട്ടില്ല, അതിൻ്റെ 50% കാണാം. എന്നിട്ട് അതിൻ്റെ പകുതി എടുക്കുക, എന്നിട്ട് അതിൻ്റെ ബാലൻസ് കാണും, എന്നിട്ട് അതിൻ്റെ 50% എടുക്കുക. അതാണ് മൈനോറിറ്റി കമ്മ്യൂണിറ്റി കോർപ്പറേഷൻ, അല്ലെങ്കിൽ ലിമിറ്റ് ഡൊണേഷൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ എഴുതാം. എന്നിട്ട് അതെല്ലാം കൂടെ ആഡ് ചെയ്യാം, അതാണ് ഇത് പറയുന്നത്. ഓക്കെ, നമുക്ക് വേറൊരു പ്രോബ്ലം നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. ഇതിൽ വേറെ സെക്ഷൻസും വരുന്നുണ്ട്. ഓക്കെ, ഇതാ, ഫ്രം ദി ഫോളോയിങ് ഇൻഫോർമേഷൻ കമ്പ്യൂട്ട് ദി എമൗണ്ട് ഡിഡക്റ്റബിൾ അണ്ടർ സെക്ഷൻ 80G ആൻഡ് ഓൾസോ കമ്പ്യൂട്ട് ദി ടോട്ടൽ ഇൻകം ഓഫ് മിസ്റ്റർ എ ഫോർ ദി അസസ്മെൻറ്റ് ഇയർ 2024-25. ഹി മെയ്ഡ് ദ ഫോളോയിങ് പേയ്മെൻറ്റ്സ് ബൈ ചെക്ക്. ഓക്കെ, ഇതൊക്കെയാണ് ഐറ്റംസ് വരുന്നത്. 10,000 ടു നാഷണൽ ചിൽഡ്രൻസ് ഫണ്ട്, 5,000 ടു നാഷണൽ ഡിഫൻസ് ഫണ്ട്, പ്രൈം മിനിസ്റ്റർ നാഷണൽ റിലീഫ് ഫണ്ട്, ഇത് 20,000 ആണ് കേട്ടോ. അതുപോലെ തന്നെ പ്രൈം മിനിസ്റ്റർ ഡ്രോട്ട് റിലീഫ് ഫണ്ട് 16,000. ഇത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഉണ്ട്, അതായത് നിങ്ങളുടെ കയ്യിൽ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് 20,000 ഒക്കെ, അതുപോലെ തന്നെ ഇത് 60,000 ഒക്കെ ക്വസ്റ്റ്യൻ മാറിയിട്ടുണ്ടായി. പിന്നെ മാംഗ്ലൂർ യൂണിവേഴ്സിറ്റി നാഷണൽ എമിനൻസ് ₹6,000, 16,000 ടു ലോക്കൽ കോളേജ് 8 ടു പ്യുവർ സ്റ്റുഡൻസ് 2,000, 10,000 to Chief Minister Relief Fund, 25,000 to Municipal Corporation for Family Planning, approved charitable institution 10,000. He also donated book 5,000 to approved college. ഇതില്ല കേട്ടോ, കാരണം ക്യാഷ് ഐറ്റംസ് മാത്രമേ നമ്മൾ എടുക്കത്തുള്ളൂ. അതുപോലെ തന്നെ ഇതുമില്ല. ഓക്കെ, പിന്നെ ഹിസ് ടോട്ടൽ ഇൻകം വാസ് 8 lakh. 8 ലക്ഷമാണ് അദ്ദേഹത്തിൻ്റെ ഇത് വരുന്നത് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. ഹി ഹാസ് ഇൻക്വേർഡ് ആൻ എക്സ്പെൻഡിച്ചർ ഓഫ് 20,000 ഓൺ ദി മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഡിസേബിൾഡ് ഡിപ്പെൻഡ്. അതായത് ഡിസേബിൾഡ് ഡിപ്പെൻഡിൻ്റെ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിന് 20,000 അവിടെ ചിലവാക്കി എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ചിലവാക്കിയത് നമ്മളവിടെ എടുക്കേണ്ടത് സെക്ഷൻ 18D ആണ്. അതായത് ഞാനാണ് അസസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്നെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഒരു ഡിസേബിൾഡ് പേഴ്സൺ ഉണ്ടെന്നുണ്ടെങ്കിൽ അയാൾക്ക് 80%-ൽ കുറവാണ് അയാളുടെ അസുഖം എന്നുണ്ടെങ്കിൽ 75,000 ആയിരിക്കും എന്ത് പറയുന്നത് എനിക്ക് വരുന്ന ഡിഡക്ഷൻ എന്ന് പറയുന്നത്. അതല്ല 80%-ൽ കൂടുതലാണെങ്കിൽ ഐ തിങ്ക് 1,25,000 ആണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ എങ്ങനെയായാലും അത് പറഞ്ഞിട്ടില്ലല്ലോ, 80% ഓർ മോർ എന്നാണെന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ 75,000 ആണ് എനിക്ക് വരുന്ന ഡിഡക്ഷൻ എന്ന് പറയുന്നത്. അതായത് സെക്ഷൻ 80D എനിക്ക് ഈ ടോട്ടൽ ഇൻകത്തിൽ നിന്ന് എന്ത് ചെയ്യാനുണ്ട്, ലെസ് ചെയ്യാനുണ്ട് എന്നാണ് അതിനർത്ഥം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യണം, 80G ആദ്യം നമ്മൾ കമ്പ്യൂട്ട് ചെയ്യണം, എന്നിട്ട് വേണം ടോട്ടൽ ഇൻകം കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് കാൽക്കുലേഷൻ ഓഫ് എമൗണ്ട് ഡിഡക്റ്റബിൾ അണ്ടർ സെക്ഷൻ 80G നോക്കാം. ഓക്കെ, അപ്പോൾ അതിലാദ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നോ ലിമിറ്റ് ഡൊണേഷൻ ഉണ്ട്. അതിൽ തന്നെ നോ ലിമിറ്റ് ഡൊണേഷനിൽ തന്നെ 50% ഉണ്ട്, 100% ഉണ്ട്. പിന്നെ വിത്ത് ലിമിറ്റ് ഡൊണേഷനിലുണ്ട് 100%ഉം 50%. ഓക്കെ, അപ്പോൾ ഇതിലാദ്യം നോ ലിമിറ്റ് ഡൊണേഷനിൽ 100% ഡിഡക്റ്റബിൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ 100 നാഷണൽ റിലീഫ് ഫണ്ട് 100% ആണ്. പിന്നെ നാഷണൽ ഡിഫൻസ് ഫണ്ട് 100 ആണ്. പ്രൈം മിനിസ്റ്റർ നാഷണൽ റിലീഫ് ഫണ്ട് 100 ആണ്. പിന്നെ പ്രൈം മിനിസ്റ്റർ ഡ്രോട്ട് റിലീഫ് ഫണ്ട് ഇത് 50 ആണ്. പിന്നെ മാംഗ്ലൂർ യൂണിവേഴ്സിറ്റി ഇത് 100 ആണ്. 60 ടു ലോക്കൽ കോളേജ് അത് വേറെയാണ് കേട്ടോ, അത് വിത്ത് ലിമിറ്റഡ് ഡൊണേഷൻ ആണ് പറയുന്നത്. പിന്നെ 8 ടു പ്യുവർ സ്റ്റുഡൻസ് ഇത് വരുന്നില്ല. അതുപോലെ തന്നെ 10,000 ടു ചീഫ് മിനിസ്റ്റർ റിലീഫ് ഫണ്ട് ഇതും എന്താണ് 100% ആണ്. പിന്നെ 25,000 ടു മുനിസിപ്പൽ കോർപ്പറേഷൻ ഫാമിലി പ്ലാനിങ് ഇത് വിത്ത് ലിമിറ്റഡ് ഡൊണേഷനിൽ 100% ആണ്. പിന്നെ അപ്രൂവ്ഡ് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇത് 50% ആണ്. ഓക്കെ, ഹി ഓൾസോ ഡൊണേറ്റഡ് ബുക്സ് ഇതും വരുന്നില്ല, കാരണം ബുക്സ് ഡൊണേറ്റ് ചെയ്യാതൊന്നും വരത്തില്ലല്ലോ. പിന്നെ ഹിസ് ടോട്ടൽ ഇൻകം 8 lakh ആണ്. ഹി ഹാസ് ഇൻക്ലൂഡ് ആൻ എക്സ്പെൻഡിച്ചർ 20,000. ഇത് DD ആണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞത് സെക്ഷൻ 80DD. ഓക്കെ, അപ്പോൾ ഇതിൽ വരുന്ന ഡിഡക്ഷൻ എന്ന് പറയുന്നത് 75,000 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നോ ലിമിറ്റ് ഡൊണേഷനിൽ 100% ഡിഡക്റ്റബിൾ ആണ്. NCF, NDMF, PMNRF എന്ന് പറയുമ്പോൾ പ്രൈം മിനിസ്റ്റർ നാഷണൽ റിലീഫ് ഫണ്ട് കണ്ടോ, അവിടെ 20,000 എഴുതിയിട്ട് ഇവിടെ എഴുതിയിട്ടുള്ളത് 60,000. ഓക്കെ, 20,000. പിന്നെ മാംഗ്ലൂർ യൂണിവേഴ്സിറ്റി, പിന്നെ CMRF ചീഫ് മിനിസ്റ്റർ റിലീഫ് ഫണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത് പറയുന്നത് 100%-ൽ പറയുന്നത്. ഓക്കെ, പിന്നെ നോ ലിമിറ്റ് ഡൊണേഷനിലെ 50%, അതായത് പകുതിക്ക് നമ്മൾ എന്ത് കൊടുക്കണം, പകുതിക്ക് മാത്രമേ നമുക്ക് ഡിഡക്ഷൻ കിട്ടുള്ളൂ, ബാക്കി പകുതിക്ക് നമ്മൾ ടാക്സ് അടയ്ക്കണം. അങ്ങനെ പറയുന്നതാണ് പ്രൈം മിനിസ്റ്റർ ഡ്രോട്ട് റിലീഫ് ഫണ്ട് നോ ലിമിറ്റ് ഡൊണേഷനിൽ 50%. ഓക്കെ, അതാണ് 60,000. 60,000-ൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 30,000. ഓക്കെ, ഇനി ലിമിറ്റ് ഡൊണേഷനിൽ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഏതാണ്, 25% ടു മുനിസിപ്പൽ കോർപ്പറേഷൻ ഫോർ ഫാമിലി പ്ലാനിങ്. ഇത് ലിമിറ്റ് ഡൊണേഷനിൽ 100% വരുന്നതാണ്. ഓക്കെ,
അതാണ് മുനിസിപ്പൽ കോർപ്പറേഷൻ ഫോർ ഫാമിലി പ്ലാനിങ് 25,000. ഇത് 100% ആണ് കേട്ടോ വരുന്നത്. ഇതാണ് 25,000. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇനിയുള്ള ലിമിറ്റ് ഡൊണേഷൻ കാണാൻ വേണ്ടിയിട്ട് നമ്മളൊരു വർക്കിംഗ് നോട്ട് ചെയ്യണം. ഓക്കെ, ആ വർക്കിംഗ് നോട്ടാണ് ഈ വർക്കിംഗ് നോട്ട്. ഇതാ വിത്ത് ലിമിറ്റ് ഡൊണേഷനിൽ ക്വാളിഫൈങ് എമൗണ്ട് നമ്മൾ കാണണമല്ലോ. അങ്ങനെ ആകുമ്പോൾ 10% ഓഫ് ഗ്രോസ് ടോട്ടൽ ഇൻകം ഓർ ഡൊണേഷൻ, ഇതിലേതാണോ ഏറ്റവും ചെറുത്, ഒന്നുകിൽ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൻ്റെ 10% അല്ലെങ്കിൽ ഡൊണേഷൻ. ഓക്കെ, ഈ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൻ്റെ 10% കാണാമെന്ന് പറയുന്നത് എങ്ങനെയാണ്? ഡിഡക്ഷൻ അണ്ടർ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്നിട്ട് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80C to 80U വരെയുള്ളത് ലെസ് ചെയ്യുക, എക്സെപ്റ്റ് 80G. ഓക്കെ, അപ്പോൾ ഇവിടെ അതിലേത് മാത്രമേ തന്നിട്ടുള്ളൂ? 80D മാത്രമേ തന്നിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ 8 ലക്ഷത്തിൽ നിന്ന് നമ്മൾ എന്ത് ലെസ് ചെയ്യണം? 75,000 ലെസ് ചെയ്യണം. 75,000 എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ലേ, ഇതാ DDയുടെ ഞാൻ കാണിച്ചു. ഇതാണ് DDയുടെ ഡിഡക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് മെയിൻ്റെനൻസ് ഇൻക്ലൂഡിങ് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഓഫ് എ ഡിപ്പെൻഡ് ഡിസബിൾഡ് റിലേറ്റീവ്, എലിജിബിലിറ്റി എക്സ്പെൻഡിച്ചർ ഇൻക്ലൂഡ് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഡിസബിൾഡ് ഡിപ്പെൻഡ് പേഴ്സൺ ഓർ ആൻ എമൗണ്ട് ഡെപ്പോസിറ്റ് ഇൻ സ്കീം ഓഫ് ദ എമൗണ്ട് ഓഫ് ഡിഡക്ഷൻ 75,000 ഫോർ സെവർ ഡിസബിലിറ്റി 1,25,000. ഓക്കെ, ഇവിടെ സെവർ ഡിസബിലിറ്റി എന്ന് പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് തന്നെ 75,000 ആയിരിക്കും നമ്മുടെ ഡിഡക്ഷൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ 8 ലക്ഷത്ത് നമ്മൾ എന്ത് ലെസ് ചെയ്യണം? ഈ 75,000 നമ്മൾ ലെസ് ചെയ്യണം. 8 ലക്ഷത്തു നിന്ന് 75,000 നമ്മൾ ലെസ് ചെയ്യണം. 8 ലക്ഷത്തു നിന്ന് 75,000 ലെസ് ചെയ്താൽ 7,25,000 കിട്ടും. ഈ 7,25,000-ൻ്റെ 10% ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കാണേണ്ടത്. അതാണ് എന്ത് പറയുന്നത്? 72,500. 8 ലക്ഷത്തിൽ നിന്ന് 80DD, അതായത് 8 ലക്ഷത്തിൽ നിന്ന് 75,000 ലെസ് ചെയ്യുക. അപ്പോൾ നമുക്ക് 7,25,000 കിട്ടും. എന്നിട്ട് അതിൻ്റെ 10% കാണാം. അപ്പോൾ 72,500 നമുക്ക് കിട്ടും. അതാണ് 72,500. ഓക്കെ, ഇനി ഡൊണേഷൻ പെയ്ഡ് എന്ന് പറയുന്നത്, അതായത് ഡൊണേഷൻ നമ്മൾ കൊടുക്കുന്നത് മുനിസിപ്പൽ കോർപ്പറേഷൻ ഫോർ ഫാമിലി പ്ലാനിംഗ് എന്ന് പറയുന്നത് 25,000 ആണ്. ഓക്കെ, ഓൾറെഡി നമ്മളോട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇതാ ഫാമിലി പ്ലാനിങ് 25,000. അതുപോലെ തന്നെ പിന്നെ ഇവിടെ ലോക്കൽ കോളേജിന് 60,000 കൊടുക്കുന്നുണ്ട്. ലോക്കൽ കോളേജിന് ഇതവിടെ 60,000 കൊടുക്കുന്നുണ്ട്. അതൊക്കെ വിത്ത് ലിമിറ്റ് ഡൊണേഷനിൽ പറയുന്നതാണ് കേട്ടോ. പിന്നെ ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷന് 15,000. ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷന് 15,000. ഇതാ ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷന് 15,000. ഓക്കെ, എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് 95,000 കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ എത്ര കിട്ടി? 90. അതാണ് ഡൊണേഷൻ പെയ്ഡിൻ്റെ എമൗണ്ട്. നമുക്ക് 95,000 കിട്ടി. പിന്നെ ക്വാളിഫൈ എമൗണ്ട് നമുക്ക് ഇവിടെ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൻ്റെ 10% നമുക്ക് എത്ര കിട്ടിയേ? 72,500. അപ്പോൾ ഇതിലേതാണോ ഏറ്റവും ചെറുത്? ഇതിലേതാ ഏറ്റവും ചെറുത്? 72,500 അല്ലേ ഏറ്റവും ചെറുത്? ഓക്കെ, ഈ 72,500-ൽ നിന്നും ഫാമിലി പ്ലാനിങ് ഈസ് എലിജിബിൾ ഫോർ 100%, റിമൈനിങ് 50% ഈസ് ഡിഡക്റ്റബിൾ. അതായത് 72,500-ൽ നിന്ന് ഈ ഫാമിലി പ്ലാനിങ്ങിൻ്റെ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. അപ്പോൾ ഇതാ 72,500-ൽ നിന്ന് 25,000 ആണ് ഫാമിലി പ്ലാനിങ്ങിൻ്റെ എമൗണ്ട്. ആ എമൗണ്ട് നമ്മൾ ലെസ് ചെയ്യുമ്പോൾ നമുക്ക് 47,500 കിട്ടും. എന്നിട്ട് ഇതിൻ്റെ 50% നമ്മൾ കാണണം. എന്താ ലിമിറ്റ് ഡൊണേഷൻ 50% ഓഫ് 47,500. അതാണ് എത്ര പറയുന്നത്? 23,750 എന്ന് പറയുന്നത്. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 1,29,750 രൂപയാണ് നമുക്കിവിടെ എന്ത് പറയുന്നത്? ഡിഡക്ഷൻ പറയുന്നത്. ഓക്കെ, എമൗണ്ട് ഓഫ് ഡിഡക്ഷൻ എന്ന് പറയുന്നത് 1,29,750 രൂപ എമൗണ്ട് ഡിഡക്റ്റബിൾ അണ്ടർ സെക്ഷൻ 80G പ്രകാരം. ഓക്കെ, അപ്പോൾ അത് നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്ത് കാണണം? കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം കാണും. ഇത് 80G പ്രകാരമുള്ള എമൗണ്ടാണ് നമ്മൾ ഇതുവരെ കണ്ടത്. ഇനി നമുക്ക് ടോട്ടൽ ഇൻകം കാണണം. ടോട്ടൽ ഇൻകം കാണുമ്പോൾ ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് 8 ലക്ഷമാണ്. ലെസ് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80C to 80U. ആദ്യം 80Dയുടെ 75,000, അതാണ് ഇത്. ഇതിൻ്റെ ഡിഡക്ഷൻ 75,000 അല്ലേ? ഓക്കെ, അതാണ് ഈ 75,000. അതുപോലെ തന്നെ നമ്മളിപ്പോൾ കണ്ട 80Gൻ്റെ 1,29,750. അത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് 2,04,750 കിട്ടും. എന്നിട്ട് ഈ 8 ലക്ഷത്തിൽ നിന്നും ഈ 2,04,750 മൈനസ് ചെയ്താൽ 5,95,250 കിട്ടും. അതാണ് നമ്മുടെ എന്ത് പറയുന്നത്? ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ, പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇവിടെ വർക്കിംഗ് നോട്ടിൽ പറഞ്ഞിട്ടുണ്ട് എയ്ഡ് ടു പ്യുവർ സ്റ്റുഡൻസ് ആൻഡ് ബുക്സ് ഡൊണേറ്റഡ് ആർ നോട്ട് ക്വാളിഫൈങ് അണ്ടർ ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80G പ്രകാരം. അതിൽ പറയുന്നില്ല എന്ത് എയ്ഡ് ടു പ്യുവർ സ്റ്റുഡൻസിനെ ഇതാക്കിയതും അതുപോലെ തന്നെ
ബുക്ക് ഡൊണേറ്റ് ചെയ്തത്. അതുപോലെ തന്നെ ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80DD, അതായത് ഈ പറഞ്ഞത് he has incurred an expenditure of 20,000 on the medical treatment of a disabled dependent. അത് നമ്മൾ എന്ത് ചെയ്യില്ല, ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 8 ₹75,000 ആക്ച്വൽ എക്സ്പെൻഡിച്ചർ ഈസ് നോട്ട് കൺസിഡർ, അത് കൺസിഡർ ചെയ്യില്ല. ഓക്കെ, അങ്ങനെ ഒരാൾ നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞാൽ തന്നെ അതിൻ്റെ നമുക്ക് എത്ര രൂപ ഡിഡക്ഷൻ കിട്ടും, 75,000 രൂപ ഡിഡക്ഷൻ കിട്ടും എന്നാണ് സെക്ഷൻ 80DD പ്രകാരം. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും എന്നറിയാം. ഓക്കെ, ഇതാണ് നമ്മുടെ ടോട്ടലിംഗ് എന്ന് പറയുന്നത്. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ലിമിറ്റ് ഡൊണേഷൻ്റെ എമൗണ്ട്സ് എല്ലാം എടുത്തെഴുതുക, എന്നിട്ട് അതിൻ്റെ ടോട്ടൽ കാണാം. നോ ലിമിറ്റ് ഡൊണേഷനിൽ പറയുന്നതാണ് 50%, അതാണ് ഇത് പറയുന്നത്. ഓക്കെ, പിന്നെ ലിമിറ്റ് ഡൊണേഷനിൽ പറയുന്നതാണ് ആദ്യം നമ്മൾ എന്ത് കാണും, ഒരു ക്വാളിഫയിങ് എമൗണ്ട് കാണാം. ക്വാളിഫയിങ് എമൗണ്ട് കാണുമ്പോൾ ഒന്ന് ഡൊണേഷൻ പെയ്ഡ് ഓർ 10% ഓഫ് ഗ്രോസ് ടോട്ടൽ ഇൻകം. ആ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൻ്റെ 10% കാണാമെന്ന് പറയുമ്പോൾ സെക്ഷൻ 80C to 80U വരെയുള്ളത് എല്ലാം ലെസ് ചെയ്ത് കളയാം, എക്സെപ്റ്റ് 80G ഒഴികെ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഗ്രോസ് ടോട്ടൽ ഇൻകം കിട്ടും, എന്നിട്ട് അതിൻ്റെ 10% കാണാം. ഓക്കെ, അതായിരിക്കാം, അല്ലെങ്കിൽ ഡൊണേഷൻ പെയ്ഡ് ആയിരിക്കും ക്വാളിഫയിങ് എമൗണ്ട് എന്ന് പറഞ്ഞതിൽ ഏതാണോ ഏറ്റവും ചെറുത്. ഓക്കെ, പിന്നെ മുനിസിപ്പൽ കോർപ്പറേഷൻ ഫോർ ഫാമിലി പ്ലാനിങ്, അത് ഫുള്ളി എന്താണ് 100% ആണ്, അതാണ് 25,000 വന്നത്. എന്നിട്ട് ആ ക്വാളിഫയിങ് എമൗണ്ടിൽ നിന്ന് ഈ മുനിസിപ്പൽ ഫാമിലി പ്ലാനിങ് ലെസ് ചെയ്ത് കളയുക, അപ്പോൾ 47,500 കിട്ടും. അതിൻ്റെ 50% എടുക്കുക, കാരണം ലിമിറ്റ് ഡൊണേഷൻ അല്ലേ 50%. ഓക്കെ, അപ്പോൾ 237, എന്നിട്ട് ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് നമുക്ക് എത്ര കിട്ടും, 1,29,750 കിട്ടും. ഓക്കെ, ഇനി കമ്പ്യൂട്ട് ടോട്ടലിംഗും കാണുമ്പോൾ ഗ്രോസ് ടോട്ടലിംഗ് 8 ലക്ഷം എഴുതുക, എന്നിട്ട് ലെസ് ഡിഡക്ഷൻ ആദ്യം DD ലെസ് ചെയ്യുക, പിന്നെ 80G ലെസ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ആ കിട്ടുന്നതാണ് എന്ത് പറയുന്നത്, നമ്മുടെ ടോട്ടലിംഗ് എന്ന് പറയുന്നത്. ഇതാ. ഓക്കെ, പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് നമുക്ക് കാണാനുള്ളത് പുതിയൊരു ചാപ്റ്റർ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.